വെൽക്കം ടു ലസ്ക വ്ലോഗ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുനിച്ചിമല ട്രിവാൻഡ്രം ലൊക്കേഷനിലുള്ള ഒരു ട്രെക്കിംഗ് ട്രാവൽ വ്ലോഗാണ്. സോ കുനിച്ചിമലയുടെ ലൊക്കേഷൻ വരുന്നത് അമ്പൂരി ട്രിവാൻഡ്രത്തിന്റെ അടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് പേയാടിൽ നിന്നായിരുന്നു. ഏകദേശം ഒരു 45 minutes to 1 hour ഉണ്ട് ഇവിടുന്ന്. നമ്മളെടുത്ത റൂട്ട് മലയൻകീഴ്, കാട്ടാക്കട, കള്ളിക്കാട്, അമ്പൂരി ആൻഡ് ദെൻ കുനിച്ചി ഹിൽസ് ആയിരുന്നു. നമുക്ക് ഏകദേശം ഒരു 31 കിലോമീറ്റേഴ്സേ ഉണ്ടായുള്ളൂ. ബട്ട് സിറ്റിക്കകത്തുനിന്ന് ഒരു 38 to 40 കിലോമീറ്റർ ഉണ്ട്. സോ മിനിമം ഒരു 1 hour തന്നെ എടുക്കും. റോഡ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ട്രാഫിക്കും ഇല്ല, നല്ല സ്മൂത്ത് ആയിരുന്നു റൈഡ്. സിറ്റിക്ക് പുറത്തുള്ളൊരു ലൊക്കേഷൻ ആണെങ്കിലും നല്ല രീതിക്ക് അവർ റോഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ഹിൽ സ്റ്റേഷൻസിൻ്റെ ഒരു വ്യൂ. നമ്മൾ ഏകദേശം അമ്പൂരി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് ലൊക്കേഷനിലേക്ക് ഒരു 2-3 കിലോമീറ്റേഴ്സേ ഉള്ളൂ. സോ നമ്മൾ പാർക്കിംഗ് ചെയ്യേണ്ടത് താഴെയാണ്. നമ്മൾ ഒരു വില്ലേജ് പോലത്തെ ഒരു ലൊക്കേഷനിലായിരുന്നു പാർക്ക് ചെയ്ത്. പിന്നെ അങ്ങോട്ട് നമ്മൾ നടന്നാണ് ട്രെക്കിംഗ് ചെയ്യേണ്ടത്. ആക്ച്വലി നമുക്ക് 20 to 30 minutes എടുക്കത്തുള്ളൂ. നമ്മൾ ഏകദേശം പോയി എത്തിയത് നല്ല ഉച്ച സമയമായതുകൊണ്ട് വി ടുക്ക് ഓൾമോസ്റ്റ് 1 hour. നമ്മൾ ഇടയ്ക്ക് ഒരുപാട് ബ്രേക്സൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഏകദേശം മുകളിലെത്തിയപ്പോൾ തന്നെ 1 hour 15 minutes ഒക്കെ ആയി. നമ്മുടെ ശരിക്കും ഉണ്ടായിരുന്ന പ്ലാൻ പൊന്മുടിയിൽ ഒരു സ്പോട്ടിലേക്ക് പോകാനായിരുന്നു. പക്ഷേ കുറച്ച് ഓഫ് ബീറ്റ് സ്ഥലം പിടിക്കാമെന്ന് വിചാരിച്ചാണ് ഈ കുനിച്ചി ഹിൽസ് ചൂസ് ചെയ്തത്. സോ നമ്മുടെ ഈ ഹിൽ സ്റ്റേഷൻ ഓൾമോസ്റ്റ് 900 meters above sea level ആണ്. ഇറ്റ് കംസ് അപ് ടു 3000 feet above sea level. സോ നമ്മളിങ്ങനെ നടന്ന് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഓരോ സ്പോട്ടിലും നമുക്ക് ഓരോ മലകളുടെയും വ്യൂസ് കാണാൻ പറ്റും. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു ചിൽ ആൻഡ് കോൾഡ് ക്ലൈമറ്റ് പോലെ നമുക്ക് ഫീൽ ആവും. ആ കാണുന്നതാണ് കേട്ടോ നമ്മൾ കയറി പോകാൻ പോകുന്ന കുനിച്ചി ഹിൽസിൻ്റെ ടോപ്പ്. സോ നമ്മുടെ ഈ കുനിച്ചി ഹിൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ദ സെൻറ്റർ ഓഫ് 3 other ഹിൽ സ്റ്റേഷൻസ് ആണ്. കുരിശുമല, കാളിപ്പാറ ആൻഡ് കൊണ്ടകെട്ടി. ഇവിടെ നിന്ന് നമ്മുടെ നെയ്യാർ ഡാമിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ഓരോ റിവേഴ്സിൻ്റെയും വ്യൂ കാണാൻ പറ്റും. കുറച്ച് ദൂരെയാണ് നെയ്യാർ ഡാം ആണെങ്കിൽ പോലും, ബട്ട് നമ്മുടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയും ഒരു ക്ലിയർ വ്യൂ കിട്ടും. റോഡ്സൊക്കെ കുറച്ച് ഡിഫിക്കൾട്ട് തന്നെയായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഓൾ വർത്ത് ഇറ്റ് ഇൻ ദ ലാസ്റ്റ്. പിന്നെ നമ്മൾ പോയതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം ക്രൗഡ് കുറവായിരുന്നു. ആൻഡ് ഉച്ച സമയമായതുകൊണ്ട് ക്രൗഡ് അധികം ഇല്ലായിരുന്നു. വൈകിട്ടൊക്കെ ആകുമ്പോൾ അവിടുത്തെ നല്ല സൺസെറ്റ് വ്യൂസ് ഉള്ളത് കൊണ്ടും വീക്കെൻഡ്സിലുമൊക്കെ നല്ല ടൂറിസ്റ്റ് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. സോ ഓൾമോസ്റ്റ് നമ്മളൊരു 75%, അതായത് ഒരു 3/4 ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ട്രെക്ക് ചെയ്ത്. ഇവിടെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പോട്ടും ഉണ്ട്. ആ സ്പോട്ടിൽ വന്നിരിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇതിവിടെ. നമുക്ക് ഹിൽസും നല്ല മേഘങ്ങളും പിന്നെ നെയ്യാർ ഡാമിൻ്റെ ഒരു വ്യൂവും പിന്നെ സറൗണ്ടിങ്ങിലുള്ള ഹിൽസും കാണാം. നല്ലൊരു സീനറി തന്നെയായിരുന്നു. നല്ല കാറ്റും തണുപ്പും എല്ലാമായിരുന്നു ഇവിടെ. സോ ട്രെക്കിങ്ങിന് പോകുമ്പോൾ കുറച്ച് നമ്മൾ ക്യാരി ചെയ്യേണ്ട തിങ്സ് അത്യാവശ്യമായിട്ടുള്ളത് വെള്ളം, കൊട, പിന്നെ സൺ ടാൻ പെടാതിരിക്കാൻ സൺസ്ക്രീൻ, അങ്ങനത്തെ കുറച്ച് അവശ്യ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ 10 to 15 minutes റെസ്റ്റ് എടുത്തതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 to 15 minutes എടുത്തുള്ളൂ നമുക്ക് ടോപ്പിലേക്ക് എത്താൻ. അപ്പോൾ ഫൈനലി നമ്മൾ ടോപ്പിലെത്തി. ഇതാണ് കുനിച്ചി ഹിൽസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ. എല്ലാവർക്കും ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മുടെ കുരിശുമല, കാളിപ്പാറ, കൊണ്ടകെട്ടി അങ്ങനെ ഒരുപാട് ഹിൽസ്, നമ്മുടെ ചുറ്റും പച്ചപ്പും വേറെ ഹിൽസും പിന്നെ നെയ്യാർ ഡാമും മേഘങ്ങളും എല്ലാമായിട്ടുള്ളൊരു അടിപൊളി വ്യൂ തന്നെയാണ്. ഈ കാണുന്നതാണ് കുരിശുമല. അവിടത്തേക്കുള്ള ട്രെക്കിംഗ് കുനിച്ചി ഹിൽസിൽ നിന്ന് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ഏകദേശം മഴയൊക്കെ വരാൻ വേണ്ടി റെഡിയായി ഇങ്ങനെ നിൽക്കായിരുന്നു. സോ നമ്മൾ കുറേ നേരം മുകളിൽ തന്നെ സ്പെൻഡ് ചെയ്ത് ആ വ്യൂസൊക്കെ ആസ്വദിച്ച്
കുറച്ച് ടൈമൊക്കെ അവിടെ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ താഴേക്ക് ട്രെക്ക് ചെയ്തത്. ഇറ്റ് വാസ് ഇൻഡീഡ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് താഴേക്ക് തിരിച്ച് ട്രെക്ക് ചെയ്ത് വന്നു. യൂഷ്വലി മല കയറുന്നതാണ് കുറച്ചുകൂടി ഡിഫിക്കൾട്ട്. താഴേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ കുറച്ച് അധികം സ്പീഡോടെ തന്നെയാണ് ഇറങ്ങിയത്. വി ടുക്ക് ഓൾമോസ്റ്റ് 30 minutes ആൻഡ് നമ്മളെല്ലാം ആകെ തളർന്നു ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി നടന്ന് വരുന്ന വഴിയിൽ പോലും നമ്മൾ ഒരുപാട് വേറെ ടൂറിസ്റ്റുകളെ കണ്ടു. അവരെല്ലാവരും മുകളിലേക്ക് സൺസെറ്റ് വ്യൂ കാണാൻ പോകുമായിരുന്നു. നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം കോടമഞ്ഞൊക്കെ പിടിച്ചായിരുന്നു മലയുടെ മുകളിൽ. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ ഇത്തിരി ധൃതി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ സൺസെറ്റ് കാണാൻ നിന്നില്ല. അപ്പോൾ താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി താഴെയുള്ള ഒരു ചേച്ചിയുടെ കടയിൽ നമ്മൾ നല്ല നാരങ്ങ സോഡയൊക്കെ കുടിച്ച് എന്നിട്ടാണ് അവിടുന്ന് ചേച്ചിയോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തളർന്നു ഗൈസ്. അങ്ങനെ കാറിൽ കയറി തിരിച്ച് നല്ല പാട്ടൊക്കെ കേട്ട് സൈഡിലുള്ള ഹിൽസിൻ്റെ വ്യൂസൊക്കെ ആസ്വദിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം ഹാഫ് വേ ഒക്കെ എത്തിയപ്പോൾ നല്ല രീതിക്ക് വിശപ്പടിച്ചു. അങ്ങനെ നമ്മൾ കാട്ടാക്കട എത്തിയപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി, ദ വിസ്മയ റെസ്റ്റോറൻറ്റ്. അവിടെ കയറി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. നമ്മുടെ ട്രെക്കിംഗ് ട്രാവൽ വ്ളോഗ് ടു കുനിച്ചിമല. ഡെയിലി ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ കുനിച്ചിമല. അടിപൊളി വ്യൂസും കാര്യങ്ങളും എല്ലാവരും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. സോ കീപ് സപ്പോർട്ടിങ് ലസ്ക വ്ളോഗ്സ് ആൻഡ് ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.